പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു മാസം മുമ്പേ ഒരു വീട്ടിൽ കയറി ചെന്നിരുന്നു രാത്രിയിൽ ഒരു പൂ കാണിക്കാൻ വേണ്ടി. ഇന്ന് ആ പൂവിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ അങ്ങോട്ട് നോക്കൂ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പൂവായിട്ടിരുന്ന അതെല്ലാം കായ്ക്കളായിട്ടുണ്ട്, അടിപൊളി കളറായിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് ഹാർവെസ്റ്റിംഗ് ആണ് ഇവിടെ. ബോച്ചേട്ടാ ഇന്ന് ഹാർവെസ്റ്റിംഗ് ആണോ? ഇന്ന് അച്ഛാ ഇത് എന്തോ ചെയ്തുകൊണ്ടിരിക്കണേ? എൻ്റെ അമ്മേ ഇതിന്റെ പൂവൊന്ന് കരിഞ്ഞതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതെ, ജസ്പിനച്ചനാണ് ഇന്ന്. കാര്യമൊന്നുമില്ല, ഭംഗിക്ക് വേണ്ടിയാണ്. യെസ്, ജസ്പിനച്ചനാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇതൊക്കെ അടിപൊളി ക്ലീൻ ആക്കി തരുന്നത്. കാരണം ഇവിടെ ഉള്ളവർക്കെല്ലാം പൊക്കം ഇല്ലാത്തതുകൊണ്ട്, പൊക്കമുള്ളത് ഞാൻ മാത്രം ഉള്ളതിനാൽ, പൊക്കമില്ലായ്മയെ ഞങ്ങളുടെ എല്ലാവർക്കും പൊക്കം കുറവായതിനാൽ ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. ബാബുച്ചേട്ടൻ ഭയങ്കര തിരക്കിലാണ്, കാരണം ഒത്തിരി പേര് വിളിക്കുകയാണ് ബാബുച്ചേട്ടനെ ഈ ഒരു ഇത് കാണാൻ വേണ്ടി, ഗാർഡൻ കാണാൻ വേണ്ടിയൊക്കെ ആയിട്ട്. അതെ, അമേരിക്കയിൽ നിന്ന് വരെയാണ് വിളി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വീഡിയോയിലുണ്ടോ അവൻ. അമേരിക്ക എന്നുള്ള കഥാപാത്രം വരെ ഉണ്ട്. അതെ, ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ആളാണ്. അപ്പം ആളും വിളിച്ചാണ്. അരുണാണ്, മലയാളിയാണ്, നമ്മുടെ സ്വന്തം അരുൺകുട്ടൻ. യെസ്. അപ്പം ഞാൻ പറഞ്ഞ് കത്തി വെക്കുന്നില്ല, അതിന് പകരം ഇതേ ബാബുച്ചേട്ടൻ ഫ്രൂട്ടിൽ കത്തി വെക്കാൻ പോവാണ്. മുറിച്ച് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോവാണ്. യെസ്, മുറിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓ വെരി ഗുഡ്, അടിപൊളി രസമായിട്ട് നല്ല ഭംഗിയുണ്ട് കളറൊക്കെ. സൂപ്പർ. പീസ്. യെസ്, മുറിച്ചു. ടേസ്റ്റ് നോക്കൂ. യെസ്, ഇങ്ങോട്ട് കഴിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ടേസ്റ്റ് ആയിട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട്, അടിപൊളിയായിട്ട് നല്ല എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല മധുരവും ചെറിയ പുളിയും. അപ്പൊ ജസ്പിനച്ചനാണ് ഇന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എങ്ങനെ ജസ്പിനച്ച? എന്ന എക്സ്പ്രഷൻ എന്നറിയോ പുള്ളി? നല്ല ടേസ്റ്റ് ആണല്ലേ? അത് എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആണ്, നല്ല പുളിയോട് കൂടിയ മധുരം. രസിച്ചാണ് അതിൽ നിന്ന് മുറിച്ച്. എങ്ങനെയുണ്ട്? മധുരമുണ്ട്, ചെറിയൊരു പുളിയുണ്ട് അല്ലേ? യെസ്. സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് ട്രീയെ തന്നെ നിന്ന് മൂത്ത് പഴുത്താണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. ഉത്തർപ്രദേശിൽ നിന്ന് വരെ ആൾക്കാർ ഇതറിഞ്ഞ് വന്നിട്ടുണ്ട്. पहली बार खा रहे कि इसके पहले खाया है? पहले खाया है, यही खाया है। अच्छा, दिया है। अभी इसका टेस्ट कैसे लग रहा है आपको? सुपर, नेचुरल शुगर, नेचुरल लग रहा है। मुझे बहुत अच्छा लगा। टेस्ट किस तरफ का टेस्ट है आपको इसमें? मैं यहीं से ट्राई किया, लेकिन मेरे को टेस्ट क्या है इसका? स्वीट और किस और? प्योर स्वीट आपको प्योर स्वीट लग रहा है। बढ़िया, मुझे तो अच्छा लगा। बढ़िया। आपके जगह पे है क्या, मतलब यूपी में है? मोस्टली एक्सपोर्ट होता है। അപ്പം ഇത് നമ്മൾ മേളിൽ നിന്ന് മുറിച്ച പീസിൻ്റെ വേറൊരു ഭാഗമാണ്. നിങ്ങൾ നോക്കിയാൽ നല്ല കളറാണ് ഇതിന്. എനിക്കൊന്ന് കടയിൽ നിന്നൊക്കെ മേടിച്ച് ഇത്രയും കളർ ഉണ്ടാവോ ചേട്ടാ? കളറ് റെഡിന് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇത്ര മധുരം ഉണ്ടാവില്ല. ടേസ്റ്റ് വ്യത്യാസമായിരിക്കും, ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ബാബുച്ചേട്ടൻ പറയുന്നത്. എന്താ പറയുക, സീഡ്സ് ഒക്കെ കണ്ടോ, നല്ല ഇതാണ്. നമുക്ക് എല്ലാം അറിയാൻ പറ്റുന്നുണ്ടോ, എല്ലാം സീഡ്സും കാണാം. നല്ല വിത്താണത്. അപ്പം ഞാനും ഒന്ന് കത്തി വെച്ച് നോക്കുകയാണ്. യെസ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഇത് കഴിക്കുന്നവർക്ക് ഒരു ഗുണം കൂടെ ഉണ്ട്, ലിപ്സ്റ്റിക് ഒന്നും ഇടണ്ട. ഓക്കെ, നാച്ചുറലായിട്ട് തന്നെ ഈ ഒരു കളർ കിട്ടും.
ഞങ്ങൾക്ക് പൊക്കമൊക്കെ കുറവുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മധ്യപ്രദേശിൽ നിന്നും ഒരു അച്ഛനെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ അച്ഛനാണ് അതിൽ ഏറ്റവും പൊക്കത്തിൽ ഉള്ള എല്ലാ ഫ്രൂട്ട്സും പറിക്കുന്നത്. ഇന്നും നമ്മൾ എക്സ്പേർട്ടിനെ ഇറക്കിയേക്കാണ്. അപ്പോൾ പുള്ളിയാകുമ്പോൾ കറക്റ്റായിട്ട് മുറിക്കാനറിയാം. അച്ഛാ ഇതെന്താ ഈ കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നേ? ഗുഡ് ക്യാച്ച്. അത് അതിൻ്റെ തണ്ട് കേടൊന്നും വരായിരിക്കും അല്ലേ? ചിലതൊക്കെ തിരിച്ചാൽ തന്നെ പോരും, പക്ഷെ ചിലത് നമ്മൾ കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ബാബുചേട്ടനും ടെസ്സേച്ചിയും ജസ്മിൻ അച്ഛനും ഞാനും കൂടി മൊത്തം നമ്മൾ പറിച്ചിരിക്കുകയാണ്. അതായത് പഴുത്ത എല്ലാം പറിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനിയും ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ഫ്രൂട്ടാവും. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് പൂ ഇടുന്നുണ്ട്, അത് കഴിഞ്ഞും പൂ ഇടാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വിളവെടുപ്പ്. ഇനിയും നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. യെസ്, ഇത് ഏകദേശം ഒരു 20 കിലോളം ഉണ്ട്. നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പ് 20 കിലോ ഉണ്ട്. ഇനിയും നമുക്ക് വിളവെടുക്കാനുണ്ട്. യെസ്, അപ്പോൾ അതും ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിളവൊക്കെ എടുത്ത് ഇനി ഇവരോട് നമുക്ക് ചോദിച്ചാലോ ഇവരുടെ ഒരു ഇപ്പോഴത്തെ എന്താണ് പറയാനുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ബാബുചേട്ടാ എന്നാ പറയാനുള്ളത്? ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചാലും നല്ലൊരു വിളവാണ് ഈ വർഷം ഉണ്ടായത്. എല്ലാം നല്ല വെയിറ്റ് ഉള്ളതാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനിയുണ്ട്, ഞങ്ങൾ അധ്വാനിച്ചതിനുള്ള ഫലം കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും അംഗീകാരവും സ്നേഹവും അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, അതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു. JV ഗാർഡൻസിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും എല്ലാ ആശംസകളും, JV ഗാർഡന് എല്ലാ ആശംസകളും. ഇനിയും ഇങ്ങനെ ഫലങ്ങളൊക്കെ ഉണ്ടാകട്ടെ, മറ്റുള്ളവർക്കൊക്കെ മാതൃകയാവട്ടെ. അപ്പം ഇതാണ് നമ്മുടെ തൈ. ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ബാബുചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ തൈ നമുക്ക് നമ്മുടെ ടെറസിലൊക്കെ നട്ട് ഇങ്ങനെ തന്നെ ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ മുറിച്ചെടുത്ത വിളവുകൾ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം ഇതാണ് നമ്മുടെ ഫ്രൂട്ടിൻ്റെ വലുപ്പമൊക്കെ. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്, നല്ല ഭംഗിയാണ് കാണാനൊക്കെ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാണാം. ബൈ ബൈ.